ഹേ എവരിവൺ, ട്രാവൽ സ്കിപ്പ് മലയാളി എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ NS400 കുറിച്ചാണ്. സോ NS400 കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ വരുന്ന മെയ് 3 തീയതി NS400 ലോഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു NS400 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേർക്കറിയാം NS400 ഏത് രൂപത്തിലായിരിക്കും ഇറങ്ങാൻ പോകണമെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാം. കുറേ ലീക്സും കാര്യങ്ങളൊക്കെ വന്നു, പല രീതിയിലുള്ള ലീക്സ് വന്നു. പല ആൾക്കാർ പല രീതിയിൽ കഷ്ടപ്പെട്ടിരുന്ന ഡിസൈൻ ചെയ്തു, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് NS400 ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 3 രീതിയിലാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിസൈനാണ്, പിന്നെ പെർഫോമൻസ്, പിന്നെ നമ്മൾ നോക്കാൻ ഫീച്ചേഴ്സാണ്. അതിൽ ഡിസൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു NS400 ഡിസൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെന്ന് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ പക്ക NS200 ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ക NS200 അതാണെങ്കിൽ സൈഡ് പ്രൊഫൈൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു NS200 കൊണ്ടുവച്ചിട്ട് അത് NS400 എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ സൈഡിൽ നോക്കുമ്പോൾ NS200 400 ഏകദേശം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫ്രണ്ടിൽ നോക്കാൻ തന്നെ ഹെഡ്ലൈറ്റ് നമുക്ക് NS400 ചേഞ്ച് വന്നിട്ടുണ്ട്. NS400 ഹെഡ്ലൈറ്റ് നോക്കാൻ തന്നെ നമുക്ക് പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു DRLൊക്കെ ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത്. പക്ഷേ വേറൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഡിസൈൻ ഭയങ്കര ഷോക്കായിട്ടുള്ള ഡിസൈനാണ്. പല ആൾക്കാർക്കും നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് NS400 ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസൈൻ അവർക്ക് അല്ലെങ്കിൽ അവരൊരു ബിഗ്ഗസ്റ്റ് പൾസർ എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ സ്ഥിതിക്ക് ആ ഒരു ഡിസൈനിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചും കൂടി ഒരു മസ്കുലർ ആയിട്ടുള്ള ഡിസൈനിൽ വണ്ടി കൊണ്ടുവന്നു. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ വൺ ഷോക്കാണ്. നമ്മൾ യൂഷ്വലി കൗണ്ട് വന്നിട്ടുള്ള സെയിം ഡിസൈനിൽ ഒരു പോയിന്റിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടാണ് ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് അതിന് ഡിസൈൻ ചേഞ്ച് നമുക്ക് മനസ്സിലാവണമില്ല. മെയിനായിട്ടുള്ള കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചേഞ്ച് നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ ഹെഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ ഈ ബാക്കിലത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ കേസ് എനിക്കറിയില്ല, ഞാൻ അത്രത്തോളം ബാക്ക് പോർഷൻ കണ്ടിട്ടില്ല. പക്ഷേ ബാക്കും എനിക്ക് തോന്നുന്നു NS200 പോലെ തന്നെ സെയിം ആയിരിക്കാൻ ഉള്ള ചാൻസ്, അല്ലെങ്കിൽ N250 ആ ഒരു ടെയിൽ ലാമ്പ് വരെയുള്ള ചാൻസും ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ചാൻസാണ് കൂടുതലും. ഇതിലുള്ള വേറെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ NS400 ഇറങ്ങുന്നതോട് കൂടി ഡൊമിനാർ 400 നമ്മുടെ മാർക്കറ്റിൽ സ്റ്റോപ്പ് ചെയ്യും. ഡൊമിനാർ 400 സ്റ്റോപ്പ് ചെയ്തിട്ടാണ് NS400 ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. സോ NS ആകെ ഇവിടെ ഫ്ലോപ്പായിട്ട് നിൽക്കുന്നത് ഒരേ ഒരു കാര്യമായ ഡിസൈനാണ്. അപ്പോൾ ഡിസൈനിൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഹെഡിൽ വരുന്ന ഒരു ചേഞ്ച് മാത്രമാണ് നമുക്ക് ഡിസൈൻ. പിന്നെ സൈഡ് പ്രൊഫൈൽ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്നാലും നമ്മളൊരു NS200 NS400 അടുത്തടുത്ത് വെച്ച് നോക്കിയിട്ട് സൈഡ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഏകദേശം ഒരേപോലെ തോന്നുള്ളൂ. സോ ഡിസൈൻ വൈസ് വണ്ടി വൺ ഷോക്കാണ്. ഇനി നമ്മൾ നോക്കുന്നത് പെർഫോമൻസ് നോക്കുമ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരാൻ പോകുന്നത് ഡൊമിനാർ 400 സെയിം എഞ്ചിനായിരിക്കും, അല്ലെങ്കിൽ ഡ്യൂക്ക് 390 എഞ്ചിനായിരിക്കും. ഇനിയിപ്പോൾ ഡ്യൂക്ക് 390 എഞ്ചിനാണെങ്കിൽ KTM 390 സീരീസ് വരുന്ന എഞ്ചിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് വണ്ടി അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ KTM ആ ഒരു എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം, അല്ലെങ്കിൽ ആ ഒരു CCയിലേക്ക് വരുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോൾ വണ്ടിക്ക് നല്ല ഒരു പെർഫോമൻസ് വൈസ് വണ്ടി അടിപൊളിയായിരിക്കും. പിന്നെ നോക്കാൻ തന്നെ ബിഗ്ഗസ്റ്റ് പൾസർ എന്നൊക്കെയാണ് പറഞ്ഞത്. വണ്ടി ഇറങ്ങും നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് വണ്ടിയുടെ യഥാർത്ഥ ഒരു ലുക്കിൽ ഒരു ഔട്ട്പുട്ട് ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ബ്രേക്സ് കൂടുതലും വരുന്നത് നമുക്ക് ബൈബറും നിസിനും ചേർന്നിട്ടുള്ള ഒരു കൊളാബറേഷൻ കൂടി വരുന്ന ബ്രേക്സ് ആയിരിക്കും വരിക. പിന്നെ അപ്ഡേഷൻ പറയുമ്പോൾ അതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഡിവൈസൊക്കെ വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പെർഫോമൻസ് വൈസ് വേറെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടയറിൻ്റെ സൈസൊക്കെ യൂഷ്വലി ചിലപ്പോൾ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ബിഗ്ഗസ്റ്റ് പൾസർ എന്നൊക്കെ ആ ഒരു പേര് പറയുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന ഹൈപ്പിനുള്ള ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് വണ്ടി ഇറങ്ങിയിട്ടെന്നെ പറയാൻ പറ്റുള്ളൂ.
എന്തായാലും ഇതൊക്കെയാണ് ഡിസൈനും പിന്നെ പെർഫോമൻസിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഡൊമിനാർ 400 സ്റ്റോപ്പ് ചെയ്തിട്ട് NS400 ഇറങ്ങുന്നതിൽ എനിക്ക് വലിയ ലോജിക്ക് ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഡൊമിനാർ 400 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു മോട്ടോർ സൈക്കിളിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളിനാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഓഫ് റോഡിങ്ങും നല്ല രീതിയിൽ ടൂറിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. കാരണം ഞാൻ ഡൊമിനാർ 400 യൂസർ ആയിരുന്നു, NS യൂസർ ആയിരുന്നു. എന്നിട്ടാണ് ഞാൻ R5 വന്നിട്ടുള്ളത്. സോ എനിക്ക് ഈ രണ്ട് വണ്ടികളുടെ DNA എനിക്കറിയാം. സോ ഈ ഒരു വണ്ടിയുടെ DNA വെച്ചിട്ട് ഇവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടില്ലാന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും വിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഒരു സമയത്ത് ഇവർ കൊണ്ടുവന്ന വൈറ്റ് കളർ അലോയ് വീൽ എന്ന് പറയുന്നത്. ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയിൻ ലൂബ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആ ഡെബ്രി ഒക്കെ ഈ ഒരു അലോയ്ക്ക് വന്ന് വീഴാണ് ചെയ്യുന്നത്. അതോടെ കൂടി ഒരു വൈറ്റ് കളർ അലോയ് എടുത്തിട്ട് ആൾക്കാർ അലോയുടെ കളർ ചേഞ്ച് ചെയ്യാറുണ്ട്. സോ അത് ഒരു ആ ഒരു സമയത്ത് കുറച്ച് ബാഡ് ഇംപ്രഷൻ കൊടുത്ത ഒരു കാര്യമായിരുന്നു. പിന്നെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സിൽ എനിക്കറിയില്ല, ചിലപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ വരായിരിക്കും. ഇപ്പോൾ KTM എഞ്ചിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ വരായിരിക്കും, ട്രാക്ഷൻ കൺട്രോൾ വരായിരിക്കും. പിന്നെ ഇപ്പോൾ വേറെ സംബന്ധിച്ച് നമ്മുടെ RTR 310 ഒക്കെ ഉള്ള കാരണം അതിനായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫീച്ചേഴ്സിൽ അപ്ഡേറ്റ്സ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ KTM എഞ്ചിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് TFT സ്ക്രീൻ കൂടി വന്നാൽ കുഴപ്പമുണ്ടാവില്ല, ഒക്കെ സെറ്റായിരിക്കും. കാരണം TFT സ്ക്രീൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ബജാജ് അപ്ഡേഷൻ കൊണ്ടുവരാത്തൊരു കാര്യമാണ്. അതിൽ ബജാജിൻ്റെ എല്ലാ മോട്ടോർ സൈക്കിളിലും നിങ്ങൾക്ക് വല്ല കളർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഒരു TFT സ്ക്രീനെ കാണാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല തന്നെയുള്ളത്. കാരണം വെച്ചാൽ അവർ ഇപ്പോഴും ആ ഒരു എന്ന് വെച്ചാൽ സമയത്തിനൊത്ത് നീങ്ങില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ അവർ ഇപ്പോഴും പഴയ ഒരു ഇതൊക്കെ പിടിച്ച് പഴയ രീതിയിലാണ് പോകുന്നത്. ഇപ്പോഴും അവരുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ പോലും അവർക്ക് അപ്ഡേറ്റ് ചെയ്യാറായിട്ടില്ല. ഇപ്പോഴും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ, അതുപോലെ നമ്മുടെ NS200 ഇപ്പോൾ 2024 മോഡലൊക്കെ ഇറങ്ങിയപ്പോൾ അതിൽ പോലും അവർക്കൊരു TFT ഡിസ്പ്ലേയോ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും കൊണ്ടുവരാന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ ഈ കൊണ്ടുവന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. പക്ഷേ ആ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വൺ ഷോക്കായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഷോക്ക് എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ലുക്കും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയ NS200 2024 NS200 ഡിസ്ക് എനിക്ക് അതിൻ്റെ ലുക്കും കാരണം തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് NS400 ഇറങ്ങുമ്പോൾ എനിക്ക് TFT ഡിസ്പ്ലേ കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി വേ ബെറ്റർ. സോ ഈ ഒരു കാര്യം നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ബജാജിൻ്റെ ഡിസൈനിങ് ടീം വൺ ഷോ കേട്ടോ, ഞങ്ങൾ കേസ് പറയാം എന്തോന്നും അറിയില്ല. പക്ഷേ ചില മോട്ടോർ സൈക്കിൾ അവർ 10 എണ്ണം ഉണ്ടാക്കുമ്പോൾ 2-3 മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനൊക്കെ നല്ല ഡിസൈനായിരിക്കും. എന്താ സംഭവം എനിക്കറിയില്ല. ഇവർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവരിങ്ങനെയാണ് അവരുടെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ വണ്ടിയുടെ ഈ പറഞ്ഞ മാതിരി ഡിസൈനും ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസും കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് ട്രാക്ഷൻ കൺട്രോളൊക്കെ നമുക്ക് വണ്ടിയിൽ വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ട്രാക്ഷൻ കൺട്രോളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റൈഡിങ് മോഡ്സ് ഉണ്ടോ എന്നുള്ളത് വണ്ടി ഇറങ്ങിയായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ മാതിരി ഡൊമിനാർ 400 നിർത്തിയിട്ട് ഈ ഒരു വണ്ടി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിൽ ഡൊമിനാർ 400 പോവും, NS400 പോവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും കൂടി അല്ലെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ഇതേ ഡിസൈനിൽ വണ്ടി ഇറക്കിയിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ അടിപൊളിയായിട്ട് വണ്ടി ഇറക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത് കാണാം. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ടുള്ള NS400 എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ എനിക്ക് നമ്മുടെ എബിൻ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അപ്പോൾ ആളുടെ ഡിസൈൻ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലുക്ക് NS400 ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു ഞാൻ NS400 ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതും ഞാൻ കണ്ടു, എനിക്കതും ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പല രീതിയിൽ വണ്ടി ഡിസൈൻ ചെയ്യാറിയാം. പക്ഷേ കമ്പനിക്ക് എന്തോ ഈഗോ ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം വെച്ചാൽ അവരൊരിക്കലും ആ ഒരു ഡിസൈൻ എടുത്തിട്ട് അവർക്ക് ആ വണ്ടി ബിൽഡ് ചെയ്ത് അതുപോലെ ബിൽഡ് ചെയ്ത് ഇറക്കി വിടാൻ സെയിലുണ്ടാവും. പിന്നെ വേറെ കേസ് KTM എന്ന് പറഞ്ഞ ബ്രാൻഡും ബജാജ് എന്ന് പറഞ്ഞ ബ്രാൻഡും ഇന്ത്യയിൽ നയിക്കണത് ബജാജിൻ്റെ പാർട്സ് തന്നെയാണ്. KTM ഒരു ചില പാർട്സ് ഒക്കെയാണ് ബജാജിൽ. അങ്ങനെ ഒരു കൊളാബറേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ പോണത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ NS400 ഇറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ഞാൻ തോന്നുന്നു. കാരണം വെച്ചാൽ അല്ലാതെ പിന്നെ അവർക്ക് NS200 സെയിം ആ ഒരു ബോഡി ആ സെയിം ലുക്കിൽ 400cc എഞ്ചിൻ വെച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ എന്നാലും വിറ്റുപോയാണ് വണ്ടി. ഇത് എന്താ സെയിൽസിനെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വണ്ടി കുറച്ച് ലുക്ക് വൈസ് വണ്ടി കുറച്ച് ഷോക്കാണ്. കാരണം വെച്ചാൽ എനിക്ക് സാധാരണ ഞാനൊരു NS
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് NS200 എന്ന് പറഞ്ഞത്, അല്ലെ NS എന്ന് പറഞ്ഞ ആ ഒരു മോട്ടോർ സൈക്കിൾ. സോ എന്നെ ഡിപ്രസ് ചെയ്തൊരു മോഡലായി NS400 എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മൾ NS400 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഓവർ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ ഡിസൈൻ വൈസ് ഒക്കെ അതൊരു പുലിക്കുട്ടി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച വണ്ടിയാണ്. പക്ഷേ ഷോക്കായി. എന്തായാലും നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. മെയ് 3 തീയതിയാണ് നമ്മുടെ ബജാജ് NS400 ലോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു NS400 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ RS400 ഇറങ്ങാനുള്ള ചാൻസും കൂടുതലാണ്. ഈ RS400 അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ കണ്ടറിയാൻ പറ്റുള്ളൂ. RS400 ഇതേമാതിരി ഷോക്കാണെന്നുണ്ടെങ്കിൽ ബജാജ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. വേറെ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. സോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മെയ് 3 തീയതി വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബജാജിൻ്റെ NS400 ലോഞ്ച് ചെയ്തിട്ട് സെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വണ്ടിയുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ഞാൻ എങ്ങനെയും അറേഞ്ച് ചെയ്ത് തരാം. സോ ഇതൊക്കെയാണ് എനിക്ക് NS400 കുറിച്ച് സംസാരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് ഈ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോകം തോന്നി. കാരണം വെച്ചാൽ വണ്ടി അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാൻ എനിക്ക് അത്ര അധികം സൂചിച്ചില്ല. പിന്നെ കുറേ ആൾക്കാരും പറയുന്നത് ഡിസൈൻ പോരാന്ന് തന്നെയാണ്. സോ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് അധികം ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാല്ലേ, കാരണം വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ അമൽ സൈനിങ് ഓഫ് ഫ്രോം ദിസ് ചാനൽ ട്രാവൽ എസ്കേപ്പ് മലയാളി.